നമസ്കാരം. തലക്കെട്ടുകൾ. തിരുവനന്തപുരം കല്ലമ്പലത്ത് 7 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 79 വർഷം കഠിന തടവ്. പ്രതി ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളി. 1.5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. ശിക്ഷ വിധിച്ചത് വർക്കല അതിവേഗ കോടതി. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. വനംവകുപ്പ് സ്ഥാപിച്ച കൂടിനടുത്ത് പുലിയുടെ ദൃശ്യം. ഭീതിയിൽ നാട്ടുകാർ. നിലമ്പൂരിലെ രാത്രിയാത്രാ പ്രശ്നത്തിന് പരിഹാരം. എറണാകുളം, നിലമ്പൂർ മെമു ഷൊർണൂരിൽ നിന്ന് യാത്ര തുടങ്ങി. സമയക്രമം പുതുക്കണമെന്ന് ആവശ്യം. ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് അവഗണന. 81കാരി മണിക്കൂറുകളോളം ആംബുലൻസിൽ കിടന്നു. ജനപ്രതിനിധികൾ ഇടപെട്ടിട്ടും മെഡിക്കൽ ഓഫീസർ നടപടിയെടുത്തില്ലെന്ന് ആരോപണം. ഇടുക്കി ചിന്നക്കനാലിൽ ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിൽ. ഭൂമിക്ക് റവന്യൂ വകുപ്പിന്റെ NOC നിർബന്ധം. വീട് പൊളിച്ചു നീക്കിയവർ കഴിയുന്നത് താൽക്കാലിക ഷെഡിൽ. വിശദമായി കടക്കാം. തിരുവനന്തപുരം കല്ലമ്പലത്ത് 7 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 79 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളിയെയാണ് വർക്കല അതിവേഗ കോടതി ശിക്ഷിച്ചത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് 9 വർഷം കഠിന തടവ്. പോക്സോ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരം കഠിന തടവ് 30 വർഷം. പോക്സോ നിയമം 6-ാം വകുപ്പ് പ്രകാരം 40 വർഷം കഠിന തടവ്. 7 വയസ്സുകാരനോടുള്ള ക്രൂരതയ്ക്ക് ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളി ആകെ 79 വർഷം തടവനുഭവിക്കണം. 3 കേസിലും 50,000 രൂപ വീതം പിഴയുണ്ട്. പിഴയടയ്ക്കാതിരുന്നാൽ 1 വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 18 സാക്ഷികളെ വിസ്തരിച്ചു. 21 രേഖകളും 4 മെറ്റീരിയൽ ഓഫീസ് MOസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കേസ് 377 IPC പ്രകാരം 9 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും. സെക്ഷൻ 4(3)(a) പോക്സോ ആക്ട് പ്രകാരം 30 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും. സെക്ഷൻ 6(5)(m) പ്രകാരം പോക്സോ ആക്ട് പ്രകാരം 40 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും ആണ് ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകണം. കൂടുതൽ നഷ്ടപരിഹാരം അനുവദിക്കാൻ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. 2019 കുട്ടിക്ക് 7 വയസ്സുള്ളപ്പോഴായിരുന്നു പീഡനം. വിവരം കുട്ടി രക്ഷിതാക്കളെ അറിയിക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കല്ലമ്പലം പോലീസാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ പിടികൂടാനായി സ്ഥാപിച്ച കൂടിന് അടുത്തുള്ള നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത്. 3 തവണ പുലി ഇതിനു മുന്നിലൂടെ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞത്. ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് അവഗണനയെന്ന് പരാതി. പാലിയേറ്റീവ് പരിചരണം ആവശ്യമായ 81 വയസ്സുകാരിക്ക് മണിക്കൂറുകളോളം ആംബുലൻസിൽ കഴിയേണ്ടി വന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇടപെട്ടിട്ടും രോഗിയെ മെഡിക്കൽ ഓഫീസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ലെന്നും ആരോപണം. കാലിന് പരിക്കേറ്റ കഞ്ഞിക്കുഴി സ്വദേശി മേരിക്കുട്ടി സെബാസ്റ്റ്യനാണ് അവഗണന നേരിട്ടത്. ഇവർക്ക് പാലിയേറ്റീവ് പരിചരണം മാത്രമാണ് പരിഹാരമെന്ന് ഇടുക്കി, കോട്ടയം, കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. വേറെ നിലവിലൊരു ചികിത്സ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കാലിൻ്റെ മുട്ടിൻ്റെ താഴേക്കുള്ള ഒരു പരിക്കാണ് അമ്മയ്ക്കുള്ളത്. അതിന് വേറെ ചികിത്സയോ കാര്യങ്ങളോ നിലവിലില്ല. അതിന് ചെറിയൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രീതിയിൽ ഉള്ള ചികിത്സയാണ് ഇപ്പോൾ അമ്മയ്ക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഡോക്ടറില്ല, 2 നേഴ്സുമാർ മാത്രമുണ്ട്. ഡോക്ടറെ വിളിച്ച് എന്നാ പറയുന്നത്? ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ തിങ്കളാഴ്ച വരാനാണ് പറയുന്നത്. തിങ്കളാഴ്ച വരെ ഇവിടെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിക്കുന്ന പോലെ ഈ അമ്മേനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിലവിലില്ല. ഇപ്പോൾ കാലിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. പലരെയും ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും പോരെ അതിനുള്ള ഏർപ്പാട് ചെയ്തു തരാം എന്നും പറഞ്ഞിരുന്നു. വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുക മാത്രമാണ് പരിഹാരമെന്ന് പറഞ്ഞതനുസരിച്ച് ശനിയാഴ്ച വൈകിട്ട് മേരിക്കുട്ടി സെബാസ്റ്റ്യന്റെ ബന്ധുക്കൾ കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. എന്നാൽ മെഡിക്കൽ ഓഫീസറോ മറ്റു ഡോക്ടർമാരോ ഉണ്ടായിരുന്നില്ല. സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ചെങ്കിലും തിങ്കളാഴ്ച മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ കഴിയൂ എന്നാണ് അറിയിച്ചത്.
ഇന്ന് വൈകുന്നേരം കളമശ്ശേരിയിൽ നിന്ന് രോഗിയെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ ഞാൻ DMOയെ വിളിച്ചു. സാർ, ഞാൻ അങ്ങോട്ട് വരികയാണ്, CHSയിൽ കഞ്ഞിക്കുഴിയിൽ ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ടും പോരെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ച ഡോക്ടറുമില്ല, മെഡിക്കൽ ഓഫീസറുമില്ല, 2 നേഴ്സുമാർ മാത്രമാണ് ഇരിക്കുന്നത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കിന് ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഇരിക്കുക, അതായത് വേറെ ഒരിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് പൈനാവ് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജും കളമശ്ശേരിയും രോഗിയെ ഇനി CHC കൊണ്ട് ആ മുറിവൊക്കെ പരിചരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മണിക്കൂറുകൾ നീണ്ട സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമൂഹ്യാരോഗ്യ കേന്ദ്രമായിട്ടും ഒരു ഡോക്ടർ പോലും ആശുപത്രിയിലില്ല. 7-ാം തീയതി ഡോക്ടർമാരുടെ ഇൻ്റർവ്യൂ നടത്തുകയും അതിൽ നിന്ന് ഡോക്ടറെ സെലക്ട് ചെയ്യുകയും 14-ാം തീയതി കൂടിയ അടിയന്തര കമ്മിറ്റിയിൽ ഡോക്ടറുടെ നിയമനവും നടത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വച്ച ആണ് ഈ ഡോക്ടർമാർക്ക് ശമ്പളവും അതുപോലെയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർ കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അട്ടിമറിക്കുകയാണെന്ന് മുൻപും ആക്ഷേപമുയർന്നിരുന്നു. ന്യൂസ് 18 കഞ്ഞിക്കുഴി. ഇടുക്കി ചിന്നക്കനാലിൽ ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിൽ. ഭൂമിക്ക് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന നിലപാടാണ് പ്രതിസന്ധിയാകുന്നത്. ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കിയവർ താൽക്കാലിക ഷെഡിൽ കഴിയേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വൃദ്ധദമ്പതികളായ സെൽവറാണിയും പാണ്ടിയും ഉണ്ടായിരുന്ന കൂര പൊളിച്ചുമാറ്റി ഷെഡിലേക്ക് താമസം മാറ്റിയത്. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടിന്റെ നിർമ്മാണവും ആരംഭിച്ചു. എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെ ഇവർ ദുരിതത്തിലായി. വീടൊക്കെ മൊത്തം അത് മണ്ണ് കെട്ട വെച്ച് പണിത വീടാ. പണ്ട് 10-30 ദിവസത്തിന് മുന്നുള്ള വീടാ. അപ്പൊ അത് പണിതുകൊണ്ട് മൊത്തം വീട്ടിലാണെങ്കിൽ മിറ്റം പുറത്തെങ്ങനെ കിടക്കുന്നു അതുപോലെ അകത്ത് കിടന്ന്. അപ്പോൾ ഒരു ലോൺ തരാമെന്ന് പറഞ്ഞ് കൊല്ല വീടും പൊളിച്ച് കളഞ്ഞു മൊത്തം. ഇപ്പോൾ ഈ സെഡ് വെച്ചാൽ താമസിക്കുന്നത് ഞങ്ങൾ. അതിപ്പോൾ ലോൺ തരികയല്ലെന്നാ പറയണേ. എന്താ ലോൺ തരികയെന്ന് പറയാൻ കാരണം? അത് നെടുകളത്തിന്ന് പൊസിഷൻ മേടിച്ചാലേ കിട്ടുകയുള്ളൂ എന്ന് അവർ. ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയായിരുന്നു. പോയപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് പൊസിഷൻ ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. പട്ടയമില്ലാത്ത ഭൂമിയാ? പട്ടയമില്ലാത്ത ഇവ ആർക്കും പട്ടയമില്ല. സ്ഥിര താമസക്കാർക്ക് ലൈഫിൽ വീട് അനുവദിക്കുന്നുണ്ടെങ്കിലും ചിന്നക്കനാലിൽ കൈവശ ഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ NOC വീണ്ടും നിർബന്ധമാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. സെൽവറാണിയെയും പാണ്ടിയെയും പോലെ നിരവധി കുടുംബങ്ങളാണ് ചിന്നക്കനാലിൽ പ്രതിസന്ധി നേരിടുന്നത്. പാണ്ടിക്ക് കാഴ്ചപരിമിതിയുണ്ട്. സമീപത്തെ ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതാണ് ഇവരുടെ ഏക വരുമാനം. അതുകൊണ്ട് തന്നെ സ്വന്തമായി വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കുകയുമില്ല. ഒന്നാമത് കെട്ടിയവന് കാഴ്ചയില്ലാത്ത ആളാ. ഈ കാഴ്ചയില്ലാത്ത ആളും കൊണ്ട് ഈ കാറ്റും മഴയത്ത് കിടന്നിട്ട് ഒരു ദിവസം കാറ്റ് പൊക്കി ഒരു രാത്രി 1 മണിയായപ്പോൾ അന്ന് കറണ്ടും ഇല്ലായിരുന്നു. അന്ന് ഞാൻ പെട്ട അവസ്ഥ എനിക്ക് അറിയത്തുള്ളൂ, എനിക്ക് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. മൊത്തം ചോർന്നുണ്ട്. ഇടാനും കാറ്റെടുത്ത് തൂക്കിയിട്ടാലും ഇടാൻ ആളില്ല. ഈ കാഴ്ചയില്ലാത്ത ആളെ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യും? ലൈഫിൽ അനുവദിച്ച വീട് ആദ്യഘട്ട നിർമ്മാണവും കഴിഞ്ഞ് സ്മാരകമായി മാറുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് വാഹനത്തിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. കോട്ടാറിൽ നിന്നും പലവ്യഞ്ജന സാധനങ്ങളുമായി വന്ന മിനി ലോറി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. സമാന ദിശയിൽ കുടപ്പനമൂട് ഭാഗത്തേക്ക് നിർമ്മാണ സാധനങ്ങൾ കയറ്റി വന്ന ടോറസൺ മിനി ലോറിയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് മിനി ലോറി സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി. തലകീഴായി മറിഞ്ഞ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് നഗരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ ഇരുചക്ര വാഹന യാത്രക്കാരായ ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് നരിക്കുനി റൂട്ടിൽ ഓടുന്ന ബിൽസാജ് ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ് പരാതി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ദമ്പതികളെ അമിത വേഗത്തിൽ വന്ന ബസ് ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു. ഇക്കാര്യം ചോദ്യം ചെയ്തതിനെ ചൊല്ലി ബസ്സിലെ ജീവനക്കാർ ഇറങ്ങി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. നിലമ്പൂർ യാത്രക്കാരുടെ രാത്രി യാത്ര പ്രശ്നത്തിന് പരിഹാരമായി എറണാകുളത്ത് നിന്ന് നിലമ്പൂരിലേക്ക് നീട്ടിയ മെമു ഷൊർണൂരിൽ നിന്ന് യാത്ര തുടങ്ങി. ആദ്യ സർവീസിന് ഷൊർണൂരിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൊടിവീശി.
എറണാകുളം തൃശൂർ മേഖലയിൽ നിന്ന് രാത്രി നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ആശ്വാസമാണ് പുതിയ മെമു സർവീസ്. ഇനി എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ ആശ്രയിക്കാതെ മെമുവിൽ പോകാം എന്നതാണ് ഏറെ ആശ്വാസകരം. 8:35 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന കന്നി സർവീസ് രാത്രി 10:05 നിലമ്പൂരെത്തും. പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന മടക്ക സർവീസ് 4:55 ഷൊർണൂരിലെത്തും. മടക്കയാത്രയിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാകൂ. മെമുവിൻ്റെ കന്യായാത്രയ്ക്ക് ഷൊർണൂരിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പച്ചക്കൊടി വീശി. MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ മെമുവിൻ്റെ കന്യായാത്രയ്ക്ക് എത്തി. നിലമ്പൂർ മൈസൂരു റെയിൽവേ സ്റ്റേഷൻ ആക്ഷൻ കൗൺസിലും ട്രെയിൻ ടൈം കൂട്ടായ്മയും ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചേഴ്സ് അസോസിയേഷനും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചത്. രാത്രി പുതിയ ട്രെയിൻ ആരംഭിച്ച പശ്ചാത്തലത്തിൽ രാത്രി 8:15 സർവീസ് നടത്തിയിരുന്ന ഷൊർണൂർ നിലമ്പൂർ റോഡ് ട്രെയിനിൻ്റെ സമയക്രമം 1 മണിക്കൂർ നേരത്തെയാക്കിയിട്ടുണ്ട്. അതേസമയം മെമു സർവീസിൻ്റെ സമയക്രമം പുതുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നിലവിലെ സമയം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് പ്രയാസമാകും. പുതിയ മെമുവിന് തൊടികപ്പുലം, തുവ്വൂർ, വാടാനംകുറിശി എന്നിവിടങ്ങളിൽ കൂടി സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 നിലമ്പൂർ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ തിരികെ വിളിക്കാനുള്ള ബംഗാൾ സർക്കാർ നീക്കം നടപ്പായാൽ സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത് ഗുരുതര പ്രതിസന്ധിയാണ്. അതിഥി തൊഴിലാളികൾ നിർണായകമായ സംസ്ഥാനത്തെ പല മേഖലകളിലും ഇത് സ്തംഭനാവസ്ഥയുണ്ടാക്കും. മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിൽ വിശ്വാസമില്ലെന്നാണ് ബംഗാളികൾ പറയുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന കൂലിയും അവസരങ്ങളും പശ്ചിമ ബംഗാളിൽ ലഭിക്കില്ല എന്നും ഉറപ്പാണ്. കേരളത്തിൽ തങ്ങൾക്ക് സന്തോഷമാണെന്നും പെരുമ്പാവൂരിൽ ജോലി ചെയ്യുന്ന ബംഗാളികൾ പറയുന്നു. മമതാ ബാനർജി ഈ ഓഫർ മുന്നോട്ട് വെച്ചപ്പോൾ ചങ്കെടുപ്പ് കൂടിയത് മലയാളികളുടെ കൂടെയാണ്. കാരണം മലയാളികൾക്കറിയാം, ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലായിക്കോട്ടെ, സ്വർണ്ണ മേഖലയിലായിക്കോട്ടെ, പ്ലൈവുഡ് ഫാക്ടറികളിലായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നായിക്കോട്ടെ, നമ്മൾ ഇവരെ പൊതുവെ വിളിക്കുന്നത് ബംഗാളികൾ എന്ന് തന്നെയാണ്. എന്തായാലും മമതാ ബാനർജി മാസം 5000 രൂപ നൽകാമെന്ന ഓഫർ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവരെ തിരികെ വിളിക്കുമ്പോൾ അവർ പോകുമോ ഇല്ലയോ എന്നാണ് ന്യൂസ് 18 ഒന്ന് പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, പശ്ചിമ ബംഗാളിൽ നിന്ന് എത്തുന്നവരുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഭയ്യ, 5000 രൂപയാണ് മമതാ ബാനർജി നിങ്ങൾക്ക് ഓഫർ തന്നിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ല, ഒപ്പം അവിടെ ജോലിയും ഒക്കെ ഉണ്ടെന്ന്. പോകുമോ കേരളം വിട്ട്? നമുക്ക് പോകില്ല. നമുക്ക് ഇവിടുത്തെ ജോലിയുണ്ട്. അവിടെ എന്തെല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല. എന്തെല്ലോ വെറുതെ അവർ പറയുന്നുള്ളൂ. നമ്മുടെ ഇവിടെ തന്നെ നിൽക്കാം, പോകുന്നില്ല. ഇപ്പോൾ പോകില്ല. ബോർഡ് സമയത്ത് മാത്രം പോകും, ബോർഡ് അടിക്കാൻ. ലീവിന് വേണ്ടി മാത്രം പോകും. അതെ അതെ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പോകുന്നില്ല. ഈ മമതാ ബാനർജി ഇപ്പൊ മുന്നോട്ട് വെച്ച ഓഫർ, അത് നിങ്ങൾക്ക് വിശ്വാസമില്ല? വിശ്വാസമില്ല. അത് ശരിക്കും എല്ലാവർക്കും അത് കിട്ടൂല. അത് ഈ സർക്കാരിൻ്റെ ആൾക്കാർ കുറച്ച് ആൾക്ക് മാത്രമേ കിട്ടും. അവർ വെറുതെ പണിക്കാരെ വിളിക്കണ്ടേ? അവരെ വെറുതെ പോയിട്ട് നമുക്ക് ഒരു ഇത് കിട്ടൂലല്ലോ. പിന്നെ അവിടെ വേറെ ജോലി, എന്തെങ്കിലും ജോലി അവിടെ കിട്ടൂല നമുക്ക്. കേരളത്തിൽ വന്നിട്ട് എത്രയായി? ഞാൻ പറഞ്ഞത് ഒരു 18 കൊല്ലമായത്. എങ്ങനെയുണ്ട് കേരളം? കേരള ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ജോലി കിട്ടണ്ട്, പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ആ പൈസ തന്നെ നമുക്ക് വീട്ടിൽ അയക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ജീവിക്കണേ. ഫാമിലി ഇവിടെ ഉണ്ട്. എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. കേരളം ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ ഓരോ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ജീവിക്കാൻ. അവിടെ ജോലി ചെയ്ത് കിട്ടുന്നതിനെക്കാട്ടിയും പൈസ ഇവിടെ കിട്ടും, ഡബിൾ കിട്ടണ്ടേ ഇവിടെ തന്നെ. പിന്നെ ഇവിടെ ജീവിക്കാൻ നല്ലതൊക്കെ ആൾക്കാർക്ക്, ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലത്. അവിടെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ജീവിക്കാൻ നല്ല അവർ കഷ്ടപ്പെട്ടാണ് അവിടെ തന്നെ. അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. അവിടെ പോയില്ല. हम लोग उधर जाएगा नहीं, इधर रुकेगा. इधर पैसा ज़्यादा है, उधर जाके क्या करेगा? उधर हम लोग को ममता बनर्जी 5000 देगा, बाद में मिलेगा नहीं, कोई गारंटी नहीं है. जब ज़्यादा प्रॉब्लम होगा तब जाने के लिए होगा, तब अभी जाएगा नहीं, उधर नहीं जाएगा. ഇവിടെ കേരളത്തിൽ വന്നിട്ട് എത്രയായി? 18 വർഷമാവും. ഫാമിലി എല്ലാം ഇവിടെ? ഫാമിലി എവിടെ ഇല്ല, ഫാമിലി വീട്ടിലുണ്ട്. അപ്പോൾ പൈസ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. പൈസ അയച്ചു കൊടുക്കും. ഇടയ്ക്ക് ലീവിനാണ് പോകുന്നത്. എത്ര നാളത്തേക്ക് ഇടയ്ക്ക് ലീവിനൊക്കെ പോകും? ലീവ് ഇപ്പോൾ ഇത്ര 2 മാസം, ഇവിടെ 6 മാസം 7 മാസം, പിന്നെ അവിടെ പോകും, പിന്നെ 2 മാസം നിൽക്കും, പിന്നെ തിരിച്ചിട്ട് വരും. ഇങ്ങനെയുണ്ട്. അങ്ങനെയാണ് പോയി വരുന്നത്.
അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് ഞങ്ങൾ കേരളം വിട്ടു പോകില്ല, കാരണം കേരളത്തിൽ ജീവിക്കാൻ വളരെ സൗകര്യമുണ്ട്, അവിടെ കിട്ടുന്നതിനേക്കാളും തുക ശമ്പളം അവർക്ക് ഇവിടെ കിട്ടും. അതിനൊക്കെ അപ്പുറത്തേക്ക് മമതാ ബാനർജിയുടെ ഈ ഒരു വാഗ്ദാനത്തിൽ ഇവർക്ക് പ്രതീക്ഷയില്ല. ഇത് ഇവിടുത്തെ ജോലി കളഞ്ഞ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത്. തിരിച്ച് കേരളം വിട്ടു പോകും. अभी वो कम करने का है, घर में पैसे देने का है, पैसा का ज़रूरत है, अभी कैसे जाएगा? अभी जाएगा नहीं हम लोग, इधर काम करते हैं इधर काम करेगा, अभी जाएगा नहीं। वो इलेक्शन का टाइम में जाएगा, अभी जाएगा नहीं, वो अभी जाएगा। ममता बनर्जी वो ऑफर नहीं चाहिए, वो ऑफर नहीं चाहिए, इधर काम करते इधर काम करेगा, वो ऑफर नहीं चाहिए हम लोग को। वो 1-2 महीने के लिए देगा, बाद में देगा नहीं, उसके बाद क्या होगा, हम जाएगा नहीं अभी, बस इतने। अभी जाएगा नहीं, उधर में काम करेगा, पैसे का ज़्यादा ज़रूरत है ना, इसीलिए उधर बंद होगा तो प्रॉब्लम नहीं, उधर बैठ के कहेगा, बाद में जाएगा, उधर जाएगा नहीं, उधर में ही थकेगा। हम गरीब आदमी किधर जाएगा, काम करेगा तो खाना मिलेगा, नहीं तो मिलेगा नहीं, क्या करेगा। पूरा एक ही बात है, हम भी जाएंगे नहीं, इधर ही रुकेगा, इधर ही अच्छा है। हमारा मालिक अच्छा है ना, क्या प्रॉब्लम नहीं है, रूम में बैठेगा तो मालिक राशन देगा, कोई प्रॉब्लम नहीं है। जाएगा नहीं, उधर में ही थकेगा। उधर मेरा 15 साल हो गया और 2 साल बाद में घर जाएगा, अभी जाएगा नहीं, उधर ही थकेगा। ഇവിടെ काम ओके हैप्पी हाँ, काम सुपर, काम सुपर। ओनर मुदलाली हाँ, ओनर अच्छा है, हाँ अच्छा है। वो कंपनी में अभी 2 हफ्ता इधर काम चलता नहीं बराबर, वो ज़्यादा प्रॉब्लम इधर होता है। और वो मुख्यमंत्री दीदी बोलता है 1 महीना के लिए 5,000 दे देगा पैसा, वो 5,000 में घर में पैसा भेजेगा, ना खाना खाएगा ना क्या करेगा, इधर कंपनी में काम चलता नहीं बराबर। और वो उधर बोलता है मुख्यमंत्री 1 महीना में 5,000 देगा, पूरा आदमी बंगाल में वो बोलते है वापस आओ 5,000 करके देगा। वो दीदी बोलता है 5,000 देगा तो घर में बीवी बच्चा का क्या देगा। वो दीदी बार बार बोलता है आदमी लोग बंगाल का आदमी पूरा लोग गाँव आओ 5,000 करके महीना में देगा। और इधर चलता नहीं काम, ज़्यादा मुश्किल है मैं लोग का है, कंपनी में काम चलेगा तो ज़्यादा मुश्किल होता है मैं लोग का है। तो एक ही बात है, नहीं जाएगा नहीं, इधर रुकेगा तो पैसा ज़्यादा मिलेगा ना, उधर जाके क्या फ़ायदा है, कुछ फ़ायदा ही नहीं है। इधर से काम करेगा, पैसा भेजेगा, बच्चा लोग खाएगा, बीवी खाएगा, पूरा अच्छा है, घर बड़ी बनाएगा। वो 5,000 रुपये में महीने में खाना खाएगा ना घर बड़ी करेगा, यही बात है। കേരളത്തിലെത്തിയിട്ട് എത്ര വർഷം? 25 വർഷമാവും. 25 വർഷം. 25 years. 25. ഫാമിലി ഫാമിലി ഉണ്ട്, ഫാമിലി ഇതാണ് വേറെ ഗാവ് में അവിടെയുണ്ട്. വെക്കേഷൻ അങ്ങോട്ട് പോകും, ലീവില് അങ്ങോട്ട് പോകും. എന്നാലും ഒരു 4 വർഷം 3 വർഷം പിന്നെ അത് നാട്ടിൽ പോകും. അവിടെയാണ് അതിനേക്കാളും നല്ലത് കേരളമാണ്. ഒരു മാസം വീട്ടിൽ നിൽക്കത്തെ തിരിച്ചു വരും. എങ്ങനെ പറഞ്ഞിട്ട് ഫാമിലി ഇവിടെ കൊണ്ടുവരാറുണ്ടോ? വെക്കേഷന് ഇവിടേക്ക് വന്നിട്ടുണ്ട്, കേരളം കണ്ടിട്ടുണ്ടോ? അല്ലല്ല, അവർ വന്നിട്ടില്ല. കൊണ്ടുവരുമോ? വന്നില്ല, അവിടെ മതി, വീട്ടിലെ അത് ചെയ്തത് മതി. അപ്പോൾ അതാണ് ഇവർ പറയുന്നത്. കേരളത്തിൽ തന്നെയായിരിക്കും അവർ ജോലി ചെയ്യുക, ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകില്ല. വെക്കേഷന് പോവുക, തിരിച്ചു വരിക എന്നതിനപ്പുറത്തേക്ക് അങ്ങോട്ടേക്ക് പോവില്ല. കാരണം അവരുടെ ജീവിത നിലവാരം, അവർക്ക് ലഭിക്കുന്ന പൈസ, കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റ് ചിലവുകളെല്ലാം തന്നെ നടന്നു പോകണമെങ്കിൽ അത് കേരളത്തിൽ തന്നെ ജോലി ചെയ്യണമെന്നാണ്. ഇത് കേൾക്കുന്ന മലയാളികൾക്ക്, ഒരു വിഭാഗം ആളുകൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇവരുടെ വാക്കുകളും. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. KSRTC പ്രേമികൾക്ക് വ്യത്യസ്തമായ അനുഭവം പങ്കുവയ്ക്കുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന മോട്ടോ എക്സ്പോയിൽ KSRTC സെൻട്രൽ വർക്ക്ഷോപ്പ് നടത്തുന്ന സ്റ്റാൾ. ഒരു KSRTC ബസിന്റെ എല്ലാവിധ യന്ത്ര സാമഗ്രികളുടെ പ്രദർശനവും ഒപ്പം അവയുടെ പ്രവർത്തന രീതികളും വിശദീകരിക്കുന്ന സ്റ്റാൾ എക്സ്പോ സന്ദർശിക്കുന്നവർക്ക് ഒരു കൗതുക കാഴ്ച കൂടിയാണ്. KSRTC ബസ് നമ്മൾ കണ്ടിട്ടുമുണ്ട്, അതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ബസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത്തരം അറിവ് പൊതുജനങ്ങളിലേക്ക് പകർന്നു നൽകിയാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന മോട്ടോ എക്സ്പോയിലെ KSRTC നടത്തുന്ന സ്റ്റാളിൽ. അത്തരം കാഴ്ചകളിലേക്ക് നമുക്ക് നോക്കാം. ഡ്രൈവിംഗ് അറിയാവുന്ന ഓരോരുത്തരും വാഹനത്തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരു KSRTC ബസിന്റെ യന്ത്രസാമഗ്രികളിലൂടെ വളരെ ലളിതമായി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് മോട്ടോ എക്സ്പോയിലെ ഈ സ്റ്റാൾ.
ഒരു KSRTC ബസിന്റെ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വണ്ടിപ്രേമികളുടെ പ്രധാന ആകർഷണം. കൃത്യമായി വർക്ക് ചെയ്യുന്ന എഞ്ചിൻ എങ്ങനെയാണ് വീലുകൾ കറക്കുന്നതെന്നടക്കം ഇവിടെ വിശദീകരിക്കും. ഇത് ടാറ്റയുടെ ഇല്ലൻ പമ്പ് മോഡൽ എഞ്ചിനാണ്. ഇത് വന്നിട്ട് ഇതിന്റെ പമ്പാണ്, ഡീസൽ പമ്പ്, FI പമ്പ് എന്ന് പറയും. ഇതിൽ 6 നോസിൽ കൊടുക്കാനുള്ള ഡെലിവറി പൈപ്പ് കൊടുക്കാൻ പറ്റും. ഈ 6 നിന്നും ഡെലിവറി പൈപ്പ് കൊടുത്ത് ഇതാണ് എൻ്റെ ആട്ടോമെസർ. ഇതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കും. ഇതിൽ നിന്നും ഡീസൽ പ്രഷറിൽ ഡെലിവറി പൈപ്പ് വഴി വരികയും ഈ പിസ്റ്റണിൽ ഓരോ ടൈമിംഗ് ഉണ്ട്, ഫയറിംഗ് ഉള്ള. ആ ടൈമിൽ ഡീസൽ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സ്പാർക്ക് ഉണ്ടാവും. സ്പാർക്ക് ഉണ്ടായിട്ട് ആ സ്പാർക്ക് ഉണ്ടെങ്കിൽ ഒരു പവർ ഉണ്ടായി. ആ പവറിന്റെ സഹായത്തോടെ പിസ്റ്റൺ പുറത്തോട്ട് ചാടും. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് പിസ്റ്റൺ ചാടുമ്പോൾ ഇവിടെ മുകളിലോട്ട് ഇല്ലേൻ, അതായത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ എന്ന് പറഞ്ഞാൽ ആ മോഷനെ ഇവിടെ റോട്ടറി മോഷൻ ആക്കും. ഇത് ക്രാങ്ക് റോട്ടറി മോഷൻ. ആ ക്രാങ്ക് നേരെ ഡ്രൈവ് ഫ്ലൈവീൽ കൊടുക്കും. ഫ്ലൈവീൽ നേരെ ഗിയർ ബോക്സ് വഴി ജോയിന്റ് വഴി വണ്ടി ബാക്കിലോട്ട് പോയി വണ്ടി മൂവിങ് ആവും. ഇത്തരത്തിൽ കറങ്ങുന്ന വീലുകളെ നിർത്തുന്ന ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള ബ്രേക്കിംഗ് സംവിധാനം, അവയുടെ പ്രവർത്തന രീതികളും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു എയർ ബ്രേക്ക് സിസ്റ്റമാണ്. ഇത് നമ്മൾ KSRTC ഇല്ല, നമ്മളെ സെൻട്രോൾസില്ല സ്റ്റാഫുകൾ ഒരു ടീമായിട്ട് ചെയ്ത സിസ്റ്റമാണ്. ഇത് വർക്കിംഗ് ആണ്, എയർ ബ്രേക്കിന്റെ വർക്കിംഗ് സിസ്റ്റമാണ്. ഇത് നമുക്കിപ്പോൾ പെഡൽ ഒഴിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് DV വാൽവ്. നമ്മൾ ബസ്സിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇതിലാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. ഈ പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് ടാങ്കിലുള്ള എയർ ഇതിൽ നിൽക്കും. ഇതനുസരിച്ച് നമുക്കുള്ള ഈ ബ്രേക്കുകൾ വർക്കാവും. KSRTC ബസിന്റെ ഹോൺ, ഇൻഡിക്കേറ്റർ തുടങ്ങിയ മുഴുവൻ ഇലക്ട്രിക്കൽ വശങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവയുടെ ശബ്ദമടക്കം ഉൾപ്പെടുത്തിയുള്ള മോഡൽ വഴി ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ജീവനക്കാർ വിശദീകരിക്കും. ഇത് വണ്ടിയുടെ ഫുൾ വയറിംഗ് സിസ്റ്റമാണ്. ഇത് നമ്മൾ ബാറ്ററി കട്ട് ഓഫിൽ നിന്നാണ് തുടങ്ങുന്നത്. തുടങ്ങി സ്റ്റാർട്ടർ, ആൾട്ടർനേറ്റർ വെച്ചാണ് ബാറ്ററി നമ്മൾ തിരിച്ച് ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം മീറ്ററുകളാണ്, ആംബിയർ മീറ്റർ, സ്പീഡോമീറ്റർ, ഇങ്ങനെ മീറ്ററുകൾ എല്ലാം നമ്മുടെ വണ്ടിയിലുള്ള എല്ലാ സിസ്റ്റവും വയറിങ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. KSRTCയുടെ മെക്കാനിക്കുകൾ വളരെ ചുരുങ്ങിയ ചെലവിൽ നിർമ്മിച്ച വോൾവോ ബസ്സുകളുടെ ഗിയർ ബോക്സ് അഴിക്കാനുള്ള മെഷീൻ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മൾട്ടിപർപ്പസ് ഗിയർ ബോക്സ് ലിഫ്റ്ററാണ് ഈ സാധനം. ഇതിൽ നമുക്കിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്കാനിയ ബസ്സുകളുടെ ഗിയർ ബോക്സ് ഉയർത്താനും താഴ്ത്താനും വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ ബ്രാക്കറ്റ് നമുക്ക് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ടാറ്റ, ലൈലൻഡ്, ഐഷർ എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളിത് സെൻട്രൽ വർക്സ് പാപ്പറംകോട് സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്ത സാധനമാണ്. ഇത് പുറത്തുനിന്ന് മേടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5.25 ലക്ഷം രൂപ വില വരുന്നുണ്ട്. പക്ഷെ നമ്മളിത് സ്വന്തം പ്രയത്നം കൊണ്ട് ചെയ്തുകൊണ്ട് 37,000 രൂപയ്ക്ക് നമുക്കത് പൂർത്തീകരിക്കാനും ഇത് ഉപയോഗത്തിലാക്കാനും കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. KSRTCയുടെ ബോഡിയും ടയറും ഒഴികെയുള്ള മറ്റെല്ലാ വശങ്ങളും മോട്ടോ എക്സ്പോയിലെ ഈ സ്റ്റാളിൽ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. KSRTCയുടെ പുത്തൻ ബസ്സുകൾ പരിചയപ്പെടുത്താൻ തിരുവനന്തപുരം കനകക്കുന്നിലൊരുക്കിയ മോട്ടോ എക്സ്പോയിൽ പുത്തൻ ബസ്സുകൾക്കൊപ്പം വ്യത്യസ്തമായ ഈ സ്റ്റാളും ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഉത്രാട ദിനത്തിന് ആറന്മുളയിൽ നടക്കുന്ന ഉത്രാടം തിരുനാൾ ജലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ഉത്രാടം തിരുനാൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. ഉത്രാടം തിരുനാൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചെറുകോൽ, പുല്ലുപ്രം പള്ളിയോടങ്ങൾക്കായി നടത്തിയ വള്ളസദ്യയിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ചെറുകോൽ 712 നമ്പർ NSS കരയോഗവും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഫൗണ്ടേഷനും സംയുക്തമായാണ് ഉത്രാടം തിരുനാൾ ജലോത്സവം സംഘടിപ്പിക്കുന്നത്. ജലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ഉത്രാട ദിനത്തിൽ പമ്പാ നദിയിൽ നടക്കുന്ന ജലമേളയിൽ 15ഓളം പള്ളിയോടങ്ങൾ പങ്കെടുക്കും. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഫൗണ്ടേഷന്റെ വകയായിട്ട് ചെറുകോൽ പള്ളിയോടത്തിന് 2012 ജൂലൈ 31 ഒരു വള്ളസദ്യ വഴിപാട് നടത്തുകയും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അന്ന് ചെറുകോൽ കരയിൽ എത്തുകയും ഉണ്ടായി. അദ്ദേഹം ചെറുകോൽ കരയോടുള്ള ബഹുമാനാർത്ഥം ചെറുകോൽ പള്ളിയോടത്തിന് ഒരു രാജമുദ്ര സമ്മാനിക്കുകയും ചെയ്തു. ഉത്രാടം തിരുനാൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചെറുകോൽ, പുല്ലുപ്രം പള്ളിയോടങ്ങൾക്കായി സമർപ്പിച്ച വള്ളസദ്യയിലും സുരേഷ് ഗോപി പങ്കെടുത്തു. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി ചെറുകോൽ പള്ളിയോടത്തിന് വഴിപാടായി വള്ളസദ്യ നടത്തുകയും ചെറുകോൽ പള്ളിയോടത്തിന് രാജമുദ്ര സമ്മാനിക്കുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കാണ് ഉത്രാടം തിരുനാൾ വള്ളംകളി സംഘടിപ്പിക്കുന്നത്. ആറന്മുളയിലെ 52 കരകളിലെ പള്ളിയോടങ്ങളിൽ
തിരുവിതാംകൂർ രാജമുദ്ര ലഭിച്ച ഏക പള്ളിയോടമാണ് ചെറുകോൽ പള്ളിയോടം എന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട.